നമ്മൾ ഇബ്രായലേഖനം 11-ാം അധ്യായമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു കാര്യം, കനാലിലെ ആദ്യമായി ഇസ്രായേലിനെ കീഴടക്കേണ്ടി വന്നത് കനാലിലെ പട്ടണമായ എരിഹോ ആണെന്ന് നമ്മൾ കണ്ടു. എരിഹോ ശക്തിയുള്ള മതിലുകളാൽ ചുറ്റപ്പെട്ട വളരെ ശക്തമായ അടച്ചുറപ്പോടുകൂടി നിർമ്മിച്ചിരുന്ന പട്ടണമായിരുന്നു എരിഹോ പട്ടണം. എന്നാൽ അതിൻ്റെ മതില് അവർക്ക് മുന്നോട്ട് പോകാൻ തടസ്സമായിരുന്നു. അതുകൊണ്ട് ആ മതിൽ ഇടിയാതെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ അവര് ദൈവത്തിന്റെ ആലയപ്രകാരം 6 ദിവസം എരിഹോ മതിൽ ചുറ്റി നടന്നു. അപ്പോഴൊന്നും ആളുകൾ ഒച്ച വെച്ചില്ല, മിണ്ടിയില്ല. 7-ാമത്തെ ദിവസം പുരോഹിതന്മാര് ആട്ടിൻകുമ്പിടുന്ന കാഹളം നീട്ടി ഊതി ജനമെല്ലാം ആർപ്പിട്ടു. എരിഹോ മതിൽ ഇടിഞ്ഞു വീണു എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ നാക്കിനെ നമ്മൾ നിയന്ത്രിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മൾ കാണുകയുണ്ടായി. അത് വളരെ നമുക്ക് എല്ലാ സമയത്തും സംസാരിക്കാതിരിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും നമുക്ക് സംസാരിക്കാതിരിക്കാൻ പ്രയാസമാണ്. എന്നാൽ എല്ലാ സമയത്തും തന്നെ നമ്മൾ സംസാരിക്കുന്നവരാണ്. എന്നാൽ അത് നമ്മുടെ നാക്കിനെ നിയന്ത്രിക്കുക എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. എന്നിട്ട് അവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് ഇനി എന്ത് പറയേണ്ടു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു, ഇത്താഹ് അല്ല ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇത്താഹ്, ദാവീദ് എന്നിവരെ കുറിച്ച്. അപ്പോൾ നമ്മളൊരു ആളെ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഗിദെയോൻ എന്നൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. ജീവിതചരിത്രമല്ല, ദൈവം മനുഷ്യൻ കൂടി എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഇതൊരു ചരിത്രമായിട്ടോ ഒരു കഥ പോലെയോ നമ്മൾ ചിന്തിക്കാതെ എന്താണ് ഇന്ന് ഇതിന് എന്താണ് പ്രസക്തി, എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രസക്തി, ഇന്ന് ഇതിൽ കൂടെ ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നത്, നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ഗിദെയോനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി ഇന്ന് നമ്മൾ ചിന്തിക്കാനുള്ളത് ബാരാക്ക് എന്ന് പറയുന്ന മനുഷ്യൻ. ബാരാക്ക് ഈ നമ്മുടെ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇസ്രായേലിന്റെ ചരിത്ര പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവ വഴിയിൽ ഇസ്രായേൽ നടക്കണം എന്ന് ദൈവം ആഗ്രഹിച്ച് ദൈവത്തിന്റെ വിധികളും ചട്ടങ്ങളും എല്ലാം ഇസ്രായേൽ കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ വിധികളും ചട്ടങ്ങളും എപ്പോൾ ഇസ്രായേൽ വിട്ടുമാറുന്നു ആ സമയത്തെല്ലാം ദൈവം ചെയ്തിരുന്ന കാര്യം അവരെ ശത്രുക്കൾ കേൾപ്പിക്കും. അങ്ങനെ ശത്രുക്കളുടെ കയ്യിൽ അവർ ആയി തീരുമ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കും. അങ്ങനെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ഈ ശത്രുക്കളെ അതിജീവിക്കാൻ, ജയിക്കാൻ ഉള്ള പ്രാപ്തി ഇസ്രായേലിന് കൊടുക്കും. നിരന്തരമായി ഇങ്ങനെ ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരുന്നു. അവര് ദൈവത്തോട് നിലവിളിക്കും, ദൈവത്തെ വിടുവിക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവർ ചെയ്യുന്നതിലും അവർ ദൈവ കൽപ്പന വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാൻ തുടങ്ങും. അന്നേരവും ദൈവം അവരെ മറ്റോ ഏത് ജാതികൾക്ക് ചെയ്തെങ്കിൽ അവരുടെ എതിരാളികൾക്ക് അവരെ ഏൽപ്പിക്കും. അപ്പോൾ അവരവരെ ഭരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തുടർമാനമായ ചരിത്രമാണ് നാം ഇസ്രായേലിനെ കുറിച്ച് കാണുന്നത്. അപ്പോ ബാരാക്കിനെ കുറിച്ച് നാം വായിക്കുന്നത്, ബാരാക്ക് കനാന്യരിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ച ഒരു മനുഷ്യനായിരുന്നു ബാരാക്ക്. അതിനുശേഷം നമ്മൾ കാണുന്നത് ശിംശോനെ കുറിച്ച്. ശിംശോൻ ഫെലിസ്തീനിൽ നിന്ന് ഫെലിസ്തീനിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യനെ ഉള്ള ചരിത്രം. ശിംശോൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ആയിരിക്കണം ദൈവം ആഗ്രഹിച്ച ദൈവം പറഞ്ഞായിരുന്നു. ശിംശോന്റെ ജനനം മുതൽ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭം മുതൽ തന്നെ ശിംശോൻ നാസർ വൃദ്ധക്കാരനായിരിക്കണമെന്ന് ദൈവം പറഞ്ഞു. നാസർ വൃദ്ധത്തിന്റെ പ്രമാണത്തില് അതിലെ ഒരു പ്രമാണം വീഞ്ഞും മദ്യവും ഉപയോഗിക്കരുത്. ഈ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ ശിശുവിന്റെ അമ്മ പോലും മുന്തിരിയുടെ യാതൊന്നും വീഞ്ഞ്, മദ്യം ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് മാത്രമല്ല, നാസവൃദ്ധക്കാരൻ ജനിച്ച് വളരുന്ന സാഹചര്യത്തിൽ അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തുടങ്ങിക്കാൻ പാടില്ല. അവനും ജനിച്ചതിന് ശേഷവും
മുന്തിരിയോ മുന്തിരിയുടെ യാതൊന്നും അനുഭവിക്കാൻ പാടില്ല, ആസ്വദിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പ്രമാണം നാസ്രത്തിനുണ്ടായിരുന്നു. നമ്മൾ നാസ്രതക്കാരന്റെ വേറൊരു നിയമം എന്താണെന്ന് വെച്ചാൽ അവൻ ശവത്താൽ അശുദ്ധനാകരുത്. നമ്മൾ വ്യാപകമായിട്ട് ഇന്ന് യേശുക്രിസ്തുവിന്റെ എന്ന് പറയുന്ന ഫോട്ടോ നമ്മൾ കാണും. വ്യാപകമായി എല്ലാവർക്കും കൊച്ചു കുഞ്ഞിനെ എന്നോട് ചോദിച്ചാൽ പോലെ യേശുക്രിസ്തുവിനെ യേശുവിന്റെ ഫോട്ടോ കാണിച്ചു തരാൻ പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിന് പോലും കാണിക്കത്തക്ക രീതിയിൽ വളരെ വ്യാപകമായിട്ട് ലോകത്തില് യേശുക്രിസ്തു ഇങ്ങനെ മുടിയൊക്കെ നീട്ടി താടിയൊക്കെ നീട്ടി ഉള്ള ഒരു ഫോട്ടോ യേശുവിന്റെ ഫോട്ടോ ആണ് എന്ന വ്യാജന ഈ ലോകത്തിലെല്ലാം ഉള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു അങ്ങനെ മുടി നീട്ടിയ മനുഷ്യനല്ലായിരുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം. കാരണം ഇസ്രായേലിലെ ഒരുവന് മുടി വളർത്തണമെങ്കിൽ അവൻ നാസിർ വൃത്തക്കാരനായിരുന്നു. യേശുക്രിസ്തു നാസിർ വൃത്തക്കാരനല്ലായിരുന്നു. നാസിർ വൃത്തക്കാരനാണെങ്കിൽ യേശുക്രിസ്തു ശവമഞ്ചം തൊടാൻ പാടില്ല. കാരണം ശവത്താൽ അശുദ്ധനാകരുത് നാസിർ വൃത്തക്കാരൻ. നാസിർ വൃത്തക്കാരൻ ശവമഞ്ചം തൊട്ടാൽ അവൻ അശുദ്ധനാണ്. എന്നാൽ യേശുക്രിസ്തു നമ്മൾക്ക് അറിയാം, യേശുക്രിസ്തു ആ പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടിരുന്ന അമ്മയ്ക്ക് ഏകനായിരുന്ന മകന്റെ ബോഡി കൊണ്ടിരുന്ന ശവമഞ്ചം യേശു തൊട്ടു ചുമക്ക് തുറന്നിരുന്നു എന്നെല്ലാം നമ്മൾ വായിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന് താല്പര്യം, നാസറുകാരനായിരുന്നു ശിംശോൻ. ഈ ശിംശോൻ നാസറുകാരനായിരുന്നു. ആ ശിംശോനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് അവൻ ഫെലിസ്തീനെ കീഴടക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ അവന്റെ ജീവചരിത്രം നമ്മൾ ശിംശോന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നാസിർ വൃത്തക്കാരനെ തന്നെ ജീവിച്ചു. എന്നാൽ അവന് ഒരു ഫെലിസ്ത്യ കന്യയെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു. വാസ്തവത്തിൽ ആ ഫെലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കാൻ ഈ ശിംശോൻ താല്പര്യപ്പെട്ടത് ഈ ഫെലിസ്ത്യരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഉപാധി കണ്ടെത്തുകയായിരുന്നു. അവന്റെ അപ്പനും അമ്മയ്ക്കും പോലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് അവരെന്ത് തടസ്സം നിൽക്കുന്നുണ്ട്. നമ്മുടെ ജാതിയിലോ അല്ലെങ്കിൽ ഈ ഫെലിസ്ത്യൻ അന്യജാതിക്കാരനായതുകൊണ്ട് അന്യജാതിക്കാര് ആയ സ്ത്രീകളെ വിവാഹത്തിലെടുക്കുകയോ അന്യജാതിക്കാരായ പുരുഷന്മാർക്ക് ഇസ്രായേലിലെ കന്യകമാരെ വിവാഹം കൊടുക്കുകയോ ചെയ്യരുത് എന്നുള്ള പ്രമാണം നിലനിൽക്കെ ഫെലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കാൻ വേണ്ടി ശിംശോൻ തുനിഞ്ഞത് ഫെലിസ്ത്യരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ ശിംശോന്റെ ജീവിതത്തെ പരിശോധിക്കും 3 സ്ത്രീകളുമായിട്ട് ശിംശോൻ ഇങ്ങനത്തെ ബന്ധത്തിൽ ഏർപ്പെട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒന്നാമത് ഒരു ഫെലിസ്ത്യ കന്യകയാണ്. രണ്ടാമത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, വേശ്യയാണ്. മൂന്നാമത് ദലീല എന്ന സ്ത്രീയാണ്. അപ്പൊ ഈ 3 പേരില് ദലീല എന്ന് പറഞ്ഞ സ്ത്രീയുടെ മടിയിൽ ശിംശോൻ തലവെച്ച് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദലീല എന്ന സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ശിംശോനെ നിർവീര്യനാക്കി തീർത്തത്. അഥവാ എന്താണോ ശിംശോന്റെ ശക്തി എവിടെ ആയിരുന്നോ ആ ശക്തി ക്ഷയിക്കത്തക്ക രീതിയിൽ ഈ ശിംശോനെ സ്വാധീനിച്ച് ദലീലയായിരുന്നു. ദലീല എന്ന് പറയുന്നത് ഇന്ന് ഈ ലോകത്തിന്റെ ഒരു സിമ്പിളാണ്, ചിത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ലോകത്തിലേക്ക് ദൈവമനുഷ്യനായിരുന്ന ദൈവമക്കൾ ആരെങ്കിലും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിച്ചാൽ ദൈവശക്തിയും അവനിൽ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ചെയ്യാൻ തടസ്സമായി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്ന ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്, ഒരു ലോകത്തെ സ്നേഹിച്ചാൽ അവൻ ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു എന്നെല്ലാം നമ്മൾ ദൈവത്തിനെ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ശിംശോൻ ദലീലയുടെ മടിയിൽ തലവെച്ചു. അതുകൊണ്ട് ദലീല മുഖാന്തരം ഇവന്റെ 7 ജടയുണ്ടായിരുന്നു. ആ ജട നഷ്ടപ്പെടാനിടയായി, ക്ഷൗരം ചെയ്യിക്കാനിടയായി. അങ്ങനെ അവന് ശക്തി നഷ്ടപ്പെട്ടു. അവസാനം കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അവൻ ക്ഷേത്രത്തിൽ അവന് അരി പൊടിക്കുന്ന മാവ് അരയ്ക്കുന്ന പണിയിൽ ഏർപ്പെട്ടു. അതിനുശേഷവും ഇവന് എന്നാൽ അവന്റെ അന്ത്യം വളരെ ദാരുണമായിരുന്നു എങ്കിൽ പോലും ജീവനോടിരിക്കുന്ന സമയത്ത് വന്ന ആളുകളെക്കാൾ അധികം ആളുകൾ അവരുടെ മരണസമയത്ത് ഈ ശിംശോൻ മുഖാന്തരം കൊല്ലപ്പെടാൻ ഇടയായി എന്നൊരു വാർത്ത നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇത്താഹ് എന്ന് പറയുന്ന മനുഷ്യൻ. ഇത്താഹിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ഇത്താഹ് താമസിച്ചിരുന്നത് മിസ്പയിലാണ്.
ഇത്താഹിന്റെ വീട് മിസ്പയിലാണ്. ഈ മിസ്പയ്ക്ക് ഒരു പ്രത്യേകത. മിസ്പ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിലേക്ക് ഓടി വരുന്ന കാര്യം, പറയേണ്ട കാര്യം, മിസ്പ എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയുടെ സ്ഥലമാണ്, ഉടമ്പടിയാണ്. മിസ്പ എന്ന് പറയുന്നത് യാക്കോബ് 20 വർഷം ജോലി ചെയ്തിരുന്ന, ഭാര്യമാർക്ക് വേണ്ടി ആടുകളെ തീറ്റിയിരുന്ന ലാബാനും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് മിസ്പ. ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബും ലാബാന്റെ 2 പുത്രിമാരും ലാബാന്റെ വീട്ടിൽ നിന്ന് സമ്പാദിച്ച ആടുമാടുകളും എല്ലാമായിട്ട് യാക്കോബ് മടങ്ങി വരുമ്പോൾ 3 ദിവസത്തെ വഴി ദൂരം യാക്കോബ് സഞ്ചരിച്ചു. 3 ദിവസത്തെ വഴി ദൂരം സഞ്ചരിച്ചിട്ടും ലാബാൻ യാക്കോബിനെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. അവര് എത്തുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ സ്ഥലമാണ് ഈ മിസ്പ എന്ന് പറയുന്നത്. മിസ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ചിന്തയിൽ വരേണ്ട കാര്യം, ഒരു ദൈവമായി ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. അന്ന് ലാബാനും യാക്കോബും തമ്മിൽ ചെയ്ത ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു കല്ല് വെച്ചിട്ട് നാട്ടിയിട്ട് അതിന് ഒരു കൽക്കൂമ്പാരം ഉണ്ട്. ആ കൽക്കൂമ്പാരം ഉണ്ടാക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടി സമ്മതിക്കുന്ന ഒരു കാര്യം, ലാബാൻ പറയുന്നു, ഞാൻ നിന്റെ അടുക്കിലേക്കും നീ എൻ്റെ അടുക്കിലേക്കും വരാതെ വണ്ണം ഈ മിസ്പ, ഈ കൂമ്പാരം നമുക്ക് സാക്ഷിയാണ്. എനിക്കിപ്പോ ലാബാന് യാക്കോബിന്റെ അടുത്തേക്ക് പോകണം എന്നൊരു ഒരു ആഗ്രഹം വന്ന് ലാബാൻ യാക്കോബിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഈ കൽക്കൂന കാണുമ്പോൾ, ഈ മിസ്പ, ഈ കൽക്കൂമ്പാരം കാണുമ്പോൾ ലാബാന് ഓർമ്മ വരും, ഇത് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം യാക്കോബ് ഇവിടുന്ന് ഒരു കരാറ് ഞങ്ങൾ തമ്മിൽ കരാറിലേർപ്പെടും, ഇത് ലംഘിച്ചെനിക്ക് പോകാൻ പറ്റത്തില്ല. നേരെ തിരിച്ച് യാക്കോബ് തന്റെ അമ്മായി പറ്റിയാണല്ലോ, പിന്നെ ഇനി ഒന്നുകൂടെ പോയി കണ്ടേക്കാം, അതെന്റെ ഭാര്യയുടെ വീടൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് യാക്കോബ് പിന്നെയും പദ്മനാരാമിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പോകുന്ന വഴിക്ക്, അങ്ങനെ പോകാനുള്ള താല്പര്യം ഉണ്ടായി പോയി ഈ മിസ്പ കാണുമ്പോൾ യാക്കോബിനും ഓർമ്മ വരണം, ഇത് ഞാൻ ഒരു പ്രോമിസ്, ഒരു എഗ്രിമെന്റ് ഞാൻ ചെയ്ത സ്ഥലമായി. ഈ മിസ്പ, ഇത് എനിക്ക് കടന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഞാനൊരു എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു, ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു, അല്ലെ ഒരു ഉടമ്പടിയിൽ ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ രണ്ടുപേരും തമ്മിൽ ഏർപ്പെട്ട ഒരു എഗ്രിമെന്റിന്റെ ഒരു സ്ഥലമാണ് മിസ്പ. ഈ ലാബാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ലോകത്തിന്റെ നിഴലാണ് ലാബാൻ. യാക്കോബ് പറയുന്നുണ്ട്, ലാബാന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറയുന്നുണ്ട്, ലാബാന്റെ വീട്ടിലെ ജീവിതത്തെ കുറിച്ച് യാക്കോബ് പറയുന്നു. വളരെ ദയനീയമായ ജീവിതമായിരുന്നു യാക്കോബിന്റെ. യാക്കോബ് പറയുന്നു, പകലത്തെ വെയിൽ കൊണ്ടും രാത്രിയത്തെ ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. പകൽ കളവ് പോയതിന്, രാത്രി കാട്ടുമൃഗം കടിച്ചു കീറി പോയതിനും ഞാൻ ഉത്തരവാദിയാകേണ്ടി വന്നു. എൻ്റെ കണ്ണുകൾക്ക് ഉറക്കം ഇല്ലാതെയായി. ഇങ്ങനെ ആയിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ ക്ഷയിച്ചു എന്ന് യാക്കോബ് പറയുന്നു. എന്നിട്ട് യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ഭയവും ആയവൻ എന്നെ സഹായിച്ചിരുന്നില്ല എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. യാക്കോബ് ലാബാനോട് പറയുന്നു. അപ്പൊ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ഭയവുമായവൻ എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ നീ എന്നെ വെറുതെ അയച്ചു കളയും, ഒരു കൈയോടെ അയച്ചു കളയുമായിരുന്നു. ഈ ലോകം ആഗ്രഹിക്കുന്ന കാര്യം, ഒരു മനുഷ്യൻ പോലും ദൈവസന്നിധിയിൽ എത്താതെ വണ്ണം ഈ ലോകവും അതിന്റെ സിസ്റ്റങ്ങളും അതിന്റെ മോഹങ്ങളും എല്ലാം എല്ലാ സമയത്തും ദൈവ മക്കൾക്ക് എതിരായിട്ട് നിൽക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ മരത്തിൽ കാണുന്നത്, കുഞ്ഞുങ്ങളെ ലോകത്തെയും ലോകത്തിലുള്ള
സ്നേഹിക്കരുതെന്നും ഒരു ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ ശത്രു ആയി തീരുന്നെന്നും ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിലേക്ക് ഞാൻ ഇനി ഇറങ്ങിപ്പോകത്തില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ മിസ്ബ എന്ന് പറയുന്നത്. ഇന്ന് അത് ദൈവത്തിന്റെ മരുന്ന് നാം കാണും. അപ്പോസ്തലൻ പൗലോസ് വിശേഷിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തിലേക്ക് എനിക്കിനി ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഇറങ്ങിപ്പോകണമെങ്കിൽ ഞാൻ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരണം. ഞാൻ ക്രൂശിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിനോട് ഞാൻ ക്രൂശിക്കപ്പെട്ടു. അവനാൽ ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടു, പാപത്തിന് മാത്രമല്ല, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടു, ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടു. ഇനി ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങി പോകണമെങ്കിൽ ഈ ക്രൂശിൽ നിന്ന് ഞാൻ ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോ ഇനി 16-ാമിലേക്ക് മടങ്ങി പോകണമെങ്കിൽ യാക്കോബിന്റെ ഭാഷയിൽ പറയുകയാണ്, ചിന്തിക്കുകയാണെങ്കിൽ ഈ മിസ്പ കടന്നാലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ മിസ്പ കടക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഇവിടെ വെച്ച് ഞാൻ ഒരു കരാറ് ഞാൻ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞു. ഈ മിസ്പയാണ്. അപ്പോ ഇങ്ങനത്തെ ഒരു മിസ്പയിലാണ് ഇത്താങ് താമസിച്ചിരുന്നത്. ഒരു ഉടമ്പടിയിൽ തന്നെ ഇത്താങ് നിലനിന്നു. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പല ഉടമ്പടികളും പല തീരുമാനങ്ങളും എടുക്കാറുള്ളവർ. എന്നാൽ ആ ഉടമ്പടിയിൽ നമുക്ക് എത്രത്തോളം നിലനിൽക്കാൻ കഴിയുന്നുണ്ട്, ദൈവമായി നമ്മൾ എടുത്ത തീരുമാനത്തിൽ നമുക്ക് എത്രത്തോളം നിലനിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തനം, ഒരു ചിന്ത, ഒരു വിലയിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. നല്ലതെന്നല്ല, ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ട് ആ തീരുമാനത്തിൽ നിലനിൽക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ ജ്ഞാനിയായിരുന്ന ശലോമോൻ പറയുന്നു, നീ നേർച്ചകളെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക. നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇന്ന പോലെ ചെയ്തോളാം കർത്താവേ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ അങ്ങനെ പറയാതിരിക്കുന്നതായിരുന്നു നല്ലതെന്നാണ് ജ്ഞാനിയായ ശലോമോൻ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിസ്പയിൽ തന്നെ ഇത്താഖ് മിസ്പയിൽ താമസിച്ചിരുന്നു. മിസ്പയിലായിരുന്നു ഇത്താഖിന്റെ വീട് എന്ന് പറഞ്ഞാൽ അവൻ ഉടമ്പടിയിൽ നിലനിൽക്കുന്നവനായിരുന്നു എന്നാണ് അതിന്റെ ആത്മീയമായ താല്പര്യം. അപ്പൊ മിസ്പയിലാണ് ഇത്താഖ് താമസിച്ചത്. ഇത്താഖ് എന്ത് ചെയ്തു? അമോന്യരുമായിട്ട് യുദ്ധത്തിന് പോകും. ഈ യുദ്ധത്തിന് പോകുമ്പോൾ ഈ മിസ്പയിൽ താമസിക്കുന്ന ഇത്താഖ് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യാം. ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടി ഇതാ, ഞാൻ യുദ്ധം ജയിച്ച് മടങ്ങി വരുന്നു, എൻ്റെ വീട്ടിൽ വാതിൽക്കൽ വെച്ച് എന്നെ ആര് എതിരേൽക്കുന്നോ അത് ദൈവത്തിന് യാഗമായി, ഹോമയാഗമായി. അതിന് ഇത്താഖ് അമോര്യരിലേക്ക് യുദ്ധം ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഇത്താഖിനെ എതിരേറ്റ് വന്നത് നമുക്കറിയാം. ഇത്താഖിനെ എതിരേറ്റ് വന്നത് ഇത്താഖിന്റെ സ്വന്തം മോള് തന്നെ. ഇത്താഖിന് വേറെ മക്കളായിരുന്നു, ആകെയുള്ളത് ഈ മോള് മാത്രം. ഇത്താഖ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മകളെ, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി കളഞ്ഞല്ലോ, നീ എൻ്റെ തലയെ കുനിച്ചു വരും. അപ്പോ മോള് കാര്യം ചോദിക്കുന്ന ഇത്താഖ് പറയുന്നു, മോള് ഇത്താഖിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ യഹോവയോട് നേർന്നിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്തുകൊള്ളു. കാരണം ഈ മോക്ക് അറിയാം ഒരു കാര്യം, മക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ച് ഒരു ബോധ്യം വേണം. ആ ബോധ്യം, എൻ്റെ അപ്പൻ ദൈവത്തോട് എന്തെങ്കിലും നേർന്നിട്ടുണ്ടെങ്കിൽ ആ നേർച്ച പോലെ തന്നെ ചെയ്യുന്നവനാണ് എൻ്റെ അപ്പൻ എന്നുള്ള ബോധ്യം എല്ലാ കുഞ്ഞുങ്ങൾക്കും അപ്പന്മാരെ കുറിച്ച് അഥവാ മാതാപിതാക്കളെ കുറിച്ച് ഉണ്ടാകുന്നത് നല്ലത്. ഈ ഇത്താഖിന്റെ മോള് ഇത്താഖിനോട് പറയുന്നു, നീ ദൈവത്തോട് നേർന്നിട്ടുണ്ടെങ്കിൽ അത് നീ അങ്ങനെ തന്നെ ചെയ്യണം. നീ അങ്ങനെ ചെയ്യുന്നവനാണെന്ന് എനിക്കറിയാൻ ചെയ്യും. പക്ഷെ ഒരു കാര്യം എനിക്ക് തരണം, ഒരു സാവകാശം എനിക്ക് തരണം. ഞാൻ എൻ്റെ സഖിമാരുമായിട്ട് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാകത്തെ കുറിച്ച് വിരാമം കഴിച്ചതിന് ശേഷം ഞാൻ മടങ്ങി വരാം. പിന്നെ നീ നിന്റെ നേർച്ച പോലെ നീ എന്നോട് ചെയ്തു കൊള്ളുക. ഇത്താഖിന് വേണമെങ്കിൽ പല വഴികളും പറയാമായിരുന്നു. കാരണം അത് വളരെ വളരെ എന്താ പറയുന്നത്, മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഇത്താഖിന് നേരിട്ടത്. വേറെ മക്കൾ ആരുമില്ല, ഒരു പെങ്കൊച്ച് മാത്രമേ, ഒരു കുഞ്ഞ് മാത്രമേ. ആ കുഞ്ഞ് ഇതൊന്നും അറിയാതെ തൻ്റെ മുമ്പിലേക്ക് ഓടി വരും.
ഓടി വന്ന് അപ്പനെ സ്വീകരിക്കാൻ വേണ്ടി എതിരേക്കാൻ വേണ്ടി വന്ന കുഞ്ഞിനെ ഒരു യാഗമാക്കി തീർക്കുക എന്ന് പറയുന്നത് അത് വളരെ വേദനാജനകമായ കാര്യം. പക്ഷെ എന്നിട്ട് നമ്മളവിടെ വായിക്കുന്നത് ഇസാഖിന്റെ ചരിത്രത്തില് ദൈവത്തോട് നേർന്ന പോലെ തന്നെ ഇസാഖ് അവളോട് ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇസാഖിന്റെ പ്രത്യേകത അവൻ മിസ്പയിൽ താമസിക്കുന്നവനായിരുന്നു. മിസ്പയിൽ തന്നെ, മിസ്പ എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയാണ്. ഇസാഖ് ആ ഉടമ്പടിയിൽ തന്നെ നിൽക്കുന്നവനാണ്. ദൈവത്തോട് ഉടമ്പടി ചെയ്തു, ആ ഉടമ്പടിയിൽ തന്നെ ഇസാഖ് നിന്നു. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മുടെ ദൈവമായിട്ട് ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് വേദനാജനകമായ ഒരു കാര്യമായി തീർന്നാൽ പോലും ദൈവത്തോട് പറഞ്ഞു പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്തേ മതിയാവും, അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കർശനവും കർക്കശവുമായ നിലപാട് ദൈവകാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഉണ്ടാകണം എന്നാണ് ഇസാഖിന്റെ ചരിത്രം നമ്മളോട് സംസാരിക്കുന്നത്. ഈ അവൻ ഇസാഖ് അതിന് ശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന 31-ാമത്തെ വാക്യം, 32-ാമത്തെ വാക്യം, ഇസാഖ് ദാവീദ്, ശിംശോൻ, ഇസാഖ്, ദാവീദ്. ദാവീദിനെ കുറിച്ച് നമുക്ക് എന്താ ഒരു വിശദീകരണമൊന്നും ഇല്ലാതെ നമുക്ക് ദാവീദിനെ കുറിച്ച് അറിയാം. ദാവീദ് തന്റെ കുടുംബത്തിൽ ഒരു എണ്ണത്തിൽ ഉൾപ്പെട്ട ആളൊന്നുമല്ലായിരുന്നു. കാരണം ദാവീദിന്റെ അപ്പന്റെ അടുത്ത്, ഇശായിയുടെ അടുത്ത് പ്രവാചകൻ ചെല്ലുമ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്ര മക്കളെ നിനക്കുള്ളോ എന്ന് ചോദിച്ചപ്പം വേറൊരുത്തനുണ്ട്, പക്ഷെ അവന് ഇങ്ങനെ കാട്ടിൽ ആടിനെ തീറ്റാൻ പോയിരിക്കുക, ആടിന്റെ കൂടെ ആട്ടിടയനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനെ വലിയൊരു പരിഗണിക്കപ്പെടാത്ത ഒരവസ്ഥയിൽ ഉള്ള ഒരു മനുഷ്യനായിരുന്നു ദാവീദ് തന്റെ കുടുംബത്തിൽ എന്ന് ആ ഒരു കോൺവെർസേഷനിൽ, ആ ഒരു സംഭാഷണത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. എന്നാലും ദൈവം ദാവീദിനെ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിച്ചവൻ ആയിരുന്നുകൊണ്ട് ദൈവം അവനെ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി അഭിഷേകം ചെയ്യാനിടയായി. ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെ ഈ ലോകത്തിൽ നമ്മൾ ആരെങ്കിലും ആകണമെങ്കിൽ ദൈവകാര്യത്തിൽ പ്രയോജനപ്പെടണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും, ഈ ലോകം മൊത്തം നമുക്കെതിരെ നിന്നാലും ദൈവത്തിന്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകും. ദാവീദിന്റെ ചരിത്രത്തില് ഒരു കാര്യം അതാ പറയുന്നത്. ഇത് മാത്രമല്ല, ദാവീദ് സ്വയം രാജാവാകാൻ വേണ്ടി ഒരിക്കലും ശ്രമിച്ചില്ല. ശൗലിനെ കൊല്ലാനുള്ള അവസരം ദാവീദിനെ എത്രയോ പ്രാവശ്യം കിട്ടിയിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ദാവീദ് ശൗലിനെ കൊന്നതിന് ശേഷം രാജാവാകാൻ താല്പര്യപ്പെട്ടില്ല. രാജാവ് ആകാൻ വേണ്ടി രാജാഭിഷേകം പ്രാപിച്ചവനാണ് ദാവീദ്. നമ്മൾ കാണുന്നു, രാജാഭിഷേകം പ്രാപിച്ചവനാണ്. പക്ഷെ ദാവീദ് തന്നെ ഒരു സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനാണ് എങ്കിലും ഇപ്പോൾ എനിക്ക് ഒട്ടും ശക്തിയില്ലാത്തവനായി തീർന്നു. ദാവീദിന്റെ ചരിത്രം, ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ഇത് വിശദീകരണം അധികം ഇല്ലാതെ തന്നെ നമുക്ക് ദാവീദിനെ കുറിച്ച് സങ്കീർത്തനത്തിലും ദാവീദിന്റെ ചരിത്രങ്ങൾ എല്ലാം വായിച്ച് നമുക്ക് ഗ്രാഹ്യമുള്ളവരാണ്. അതുകൊണ്ട് അധികമായിട്ട് അതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ദാവീദിനെ കുറിച്ച് പറയുന്നത്, ചിന്തിക്കേണ്ടത്, ദാവീദിന്റെ കൂടെയുള്ളവരെ രോമം കത്തിരിക്കുന്ന അടിയന്തരം നടക്കുന്ന നാബാലിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുണ്ടായി. ഭക്ഷണത്തിന് വേണ്ടിയാ പറഞ്ഞയച്ചു. അപ്പൊ നാബാല് ഈ ദാവീദിനെ തിരിച്ചയച്ചു. ദാവീദിന്റെ കൂടെ പറഞ്ഞു വിട്ടവരെ ഭക്ഷണം കൊടുക്കാതെ തിരിച്ചയച്ചു. തിരിച്ചയച്ച സമയത്ത് ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും വാൾ അരക്കി കെട്ടുകയും നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഈ നാബാലിന്റെ വീട്ടിൽ ഒരു പുരുഷപ്രതി പോലും ശേഷിക്കരുത് എന്ന് ദാവീദ് തീരുമാനമെടുത്തു. പറഞ്ഞു എല്ലാവരും വാൾ അരക്കേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന നാബാലിന്റെ ഭാര്യ ദാവീദിനെ എതിരാക്കാൻ വേണ്ടി കഴുതയ്ക്ക് കൂപ്പിട്ട് ബാല്യക്കാരെ കൊണ്ട് എഴുതേറ്റ് വരും, ദാവീദിന് ഭക്ഷണം കൊടുക്കുന്നത് നമുക്കറിയാൻ കഴിയും. ആ ഭാഗത്ത് നമ്മൾ കാണുന്നൊരു കാര്യം, ദാവീദ്
പറയുന്നൊരു കാര്യമുണ്ട്. നീ തന്നെ പ്രതികാരം ചെയ്യാതിരിക്കാൻ വേണ്ടി, ഞാൻ തന്നെ പ്രതികാരം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ തടഞ്ഞ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, സ്തുതിക്കപ്പെട്ടവൻ. ഇപ്പോ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ എതിർക്കുന്ന, നമുക്ക് അനുകൂലമല്ലാതിരിക്കുന്ന, അഥവാ നമ്മളുടെ താല്പര്യപ്രകാരം നിൽക്കാതിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി, അല്ല ആ മനുഷ്യനെതിരായിട്ട് എന്തെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ നമ്മളെ എതിര് ചെയ്യാൻ പലപ്പോഴും ചിന്തയോ പ്രവൃത്തിയോ വരുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നമുക്ക് ഓർക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. കാരണം അവിടെ പറയും, ദാവീദിന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷെ ആ ദാവീദിനെ ദൈവം തടഞ്ഞു. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ഭൗതികമായ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, ആത്മീയമായ കാര്യത്തിൽ ദൈവം നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കേണ്ടവരോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ എന്തെങ്കിലും സഹായമോ നമുക്ക് ലഭിച്ചില്ലെങ്കിലും, ദൈവത്തിന്റെ പ്രവൃത്തി ഒട്ടൊഴിയാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും എന്ന ഒരു വസ്തുതയാണ് ദാവീദിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനേക കാര്യങ്ങളുണ്ട്, കുറച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കിയാലാണ് ദാവീദിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. പഴയ നിയമ സംഭവങ്ങളാണ് ഇതിൽ അധികമായിട്ട് പറയുന്നത്. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏലിയാവ്, എലിശയുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഹൃദയത്തിലേക്ക് വളരെ പെട്ടെന്ന് വരാൻ ഇടയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ സംഭവിച്ചു. അതിന് ശേഷം പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. ഭേദ്യം ഏൽക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, പെട്ടെന്ന് നമുക്ക് ഭേദ്യം ഏൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പെട്ടെന്ന് അറിഞ്ഞു വരിക. ഭേദ്യം ഏൽക്കുക എന്ന് പറഞ്ഞാൽ ഉപദ്രവം സഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ശിക്ഷ ഏൽക്കുക, അല്ലെങ്കിൽ ഉപദ്രവം അനുഭവിക്കുക. ഭേദ്യം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അടി കിട്ടുക എന്നൊക്കെയാണ് ഭേദ്യം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇവര് ഭേദ്യമേറ്റു. വേറെ ഏറ്റവും നല്ല ഉദാഹരണം കൈക്കൊള്ളാം, അത് ഭേദ്യമേറ്റു. ഇപ്പോ ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ വിടുതൽ എന്നാണ്. അപ്പം വേണമെങ്കിൽ വിടുവിക്കപ്പെടാം. ഈ ഭേദ്യമേൽക്കാതെ, അടി കൊള്ളാതെ, ഉപദ്രവം സഹിക്കാതെ വേണമെങ്കിൽ വിടുവിക്കപ്പെടാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ആ സാധ്യത ഇവർ തള്ളിക്കളഞ്ഞു. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. അങ്ങനെ ഉദ്ധാരണം കൈക്കൊള്ളാതെ, വിടുതല് ഏറ്റെടുക്കാതെ ഭേദ്യമേൽക്കാൻ ഉണ്ടായ കാരണം ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അവർ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. അപ്പോ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ്, അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം നല്ലത്, അല്ലെങ്കിൽ നീതിമാന്മാരുടെ എല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പ് നല്ല ഉയർത്തെഴുന്നേൽപ്പ് തന്നെ. ദുഷ്ടന്മാരുടെ നല്ലതാണെന്നല്ല, നീതിമാന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം നല്ല ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ്. ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ നല്ലതുണ്ട്, ഏറ്റവും നല്ലതുണ്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് രാജ്യമുള്ളവർക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി എന്നൊക്കെയാണ് പറയുന്നത്. മോർ, മച്ച്, മോസ്റ്റ്. മോർ എന്ന് പറഞ്ഞാൽ കുറച്ച്, മച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ, മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികമായിട്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഏറ്റവും മച്ചമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിനാണ് ഒരു ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റത്. ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകും. രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല.
അപ്പൊ ഒന്നാമത്തെ പുനരുദ്ധാനം എന്നൊരു പുനരുദ്ധാനം ഉണ്ട് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനം. ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ആരെല്ലാം വരുന്നു എന്നൊക്കെയുള്ള കാര്യം വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ദൈവം അനുവദിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കാം. ഇപ്പോ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്, വിശുദ്ധനാണ്. വിശുദ്ധന്മാര് മാത്രമേ ആ ഒന്നാമത്തെ പുനരുദ്ധാനം ഉള്ളൂ. അവൻ വിശുദ്ധനുമാണ്, അപ്പൊ തന്നെ വളരെ ഭാഗ്യമുള്ളവൻ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദ്ധാരണം കഴിക്കാനുള്ള ഭേദ്യം വെക്കാനുള്ള കാരണം അവർ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവർ ആഗ്രഹിച്ചിരുന്നു, താല്പര്യപ്പെട്ടു. ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിനാണ് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവ വഴിയിൽ നടക്കുമ്പോൾ പല ഒരു പക്ഷെങ്കിൽ ഒരു ചെറിയ ഒരു കള്ളം പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ധാരാളം. എന്നാൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ ആ ഉള്ള സത്യം പറഞ്ഞത് കൊണ്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വ്യതകളോ വേദനകളോ എന്ത് തന്നെ ആയിരുന്നാലും നമ്മളത് അനുഭവിക്കാൻ മനസ്സ് വെക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ അതിനുവേണ്ടി നമ്മളെ തന്നെ വിധേയപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മൾ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം വയ്ക്കുകയാണ്. അങ്ങനെ ഭേദ്യം വയ്ക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പിന് നമ്മളും പങ്കാളികളായിത്തീരും. ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവനാണ് തീരുക. അപ്പോൾ ഒന്നിലധികം പുനരുദ്ധാനങ്ങൾ ഉണ്ട്, ദൈവത്തിന്റെ വനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ 5 കൂട്ടം ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് വെളിപ്പാട് വായിക്കാൻ കഴിയും. 5 കൂട്ടം ആളുകളാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിലുള്ളത്. ആ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ വരുന്നവരാണ് 1000 വർഷം യേശു ക്രിസ്തുവിനോട് കൂടി ഈ ലോകത്തെ ഭരിക്കുന്നത്. അത് ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാണ്. ഇവര് ഇങ്ങനെ ഭേദ്യമാക്കാൻ കാരണം ഏറ്റവും നല്ല ഒരു ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേക്കും. ഇനി വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറ് ഏറ്റു, തീർച്ചമണാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് നടന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകം എല്ലാ സമയത്തും ദൈവമക്കൾക്ക് എതിരാണ്. ലോകവുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ദൈവത്തിൽ നമ്മെ അകറ്റുന്നതാണ്. ഇത്താഹിന്റെ ചരിത്രം മുമ്പേ പറഞ്ഞു. ഇത്താഹ് ചെയ്തിരുന്ന കാര്യം, അവൻ ഒരു കാരണവശാലും ദൈവമായിട്ട് ചെയ്ത ഉടമ്പടിയിൽ തന്നെ സ്ഥിരമായി നിന്നവനാണ്. അവൻ താമസിച്ച പോലും നിസ്പയിലാണ്. നമ്മുടെ ജീവിതത്തിലും ഈ കാര്യം വളരെ, ലോകം അവർക്ക് യോഗ്യമായിരുന്നത് നമുക്ക് യോഗ്യമല്ല, ലോകം അവർക്ക് യോഗ്യമായിരിക്കുന്നില്ല. അപ്പോ ഈ രണ്ട് സംഭവങ്ങളും രണ്ട് കൂട്ടരും അനുഭവിച്ച്, രണ്ട് കൂട്ടരും വിശ്വാസത്താലാണ് അനുഭവിച്ചത്. വിശ്വാസത്താൽ ഒരു കൂട്ടറില് വാളിന്റെ വായ്ക്ക് തെറ്റിയപ്പം ഒരു കൂട്ടർ തീർച്ചമാണാൽ അറുക്കപ്പെടും. ഒരു കൂട്ടര് രക്ഷപ്പെടുമ്പം മറ്റൊരു കൂട്ടര് രക്ഷപ്പെടുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് അല്പം കൂടെ വിശദമായിട്ട് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ.